കണ്ണൂർ കളക്ട്രേറ്റ് മാർച്ചിനിടെ എം വിജിൻ MLA പ്രോട്ടോകോൾ പാലിക്കാതെ മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൗൺ SI PP ഷമീലിനെതിരെ നടപടി വരാൻ പോകുന്നു. വകുപ്പുതല നടപടിയിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് തീരുമാനമെടുത്തേക്കും. MLA മനസ്സിലായ ശേഷവും SI മോശമായി പെരുമാറിയെന്നാണ് അന്വേഷണ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ദീപക് തർമ്മടം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിന് വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കിയ, പോലീസ് സേനയ്ക്കാകെ കളങ്കമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു കണ്ണൂർ ടൗണിലെ SI തന്നെ കണ്ണൂർ നഗരത്തിലെ യുവജന നേതാവായി വന്ന വിജിൻ MLA, കല്യാശ്ശേരി MLA ആണ്. വിജിൻ MLA ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കണ്ണൂർ ടൗൺ സ്ക്വയറിന് നേരെ അപ്പുറത്തുള്ള കലക്ട്രേറ്റിൻ്റെ അവിടെ വെച്ചായിരുന്നു ഈ പ്രതിഷേധം നടന്നത്. കൃത്യം ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു, അതായത് ഇന്നത്തേക്ക് ഒരാഴ്ചയായി കഴിഞ്ഞിരിക്കുന്നു. നടപടി പക്ഷേ വൈകി എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് നടപടി ഉണ്ടായേക്കും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ അല്പം മുൻപ് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സമയത്ത്, DIG ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച സമയത്ത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു അന്തിമ റിപ്പോർട്ടിന്മേലായിരിക്കും നടപടിയുടെ തീരുമാനം. ഇന്ന് 10 മണിക്ക് പോലീസിൻ്റെ യോഗം കണ്ണൂരിൽ നടക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ മിക്കവാറും നടപടിയുടെ കാര്യത്തിൽ തീരുമാനമാകും. സസ്പെൻഷൻ നടപടിയാണെങ്കിൽ ഒരു SIയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം DIGയിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ കണ്ണൂർ റേഞ്ച് DIG ആണ് സസ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ഫയലുകളെല്ലാം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിൻ്റെ കയ്യിലാണ് ഉള്ളത്. അദ്ദേഹം രത്നകുമാർ, അതായത് സബ് ഡിവിഷൻ ചുമതലയുള്ള ACP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇതിന് അന്വേഷണം പ്രഖ്യാപിച്ച കാര്യം 24 ആയിരുന്നു നേരത്തെ ബ്രേക്ക് ചെയ്തത്. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ACP കമ്മീഷണർക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. കമ്മീഷണർ ഇന്ന് അതിലൊരു തീരുമാനമെടുക്കും. സസ്പെൻഷൻ ആണ് എങ്കിൽ DIGക്ക് ഫയൽ പോവുകയും DIG സസ്പെൻഷൻ ഉത്തരവ് ഇറക്കേണ്ടി വരികയും ചെയ്യും. ഏതായാലും ഒരാഴ്ചയായും നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപങ്ങൾക്ക് ഇന്നത്തോടുകൂടി പരിഹാരമാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.